പ്രിയപ്പെട്ടവരെ നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്നലെ ഓഗസ്റ്റ് 3 ചന്ദ്രിക വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ സന്തോഷകരമായ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ലേഖനം, ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളായ മുഹമ്മദ് ഇർഫാൻ, നാഫിയ ബിറ, പി കെ ഷിഫാന, സുഫിയാൻ, അവരുടെ ഫോട്ടോ ആണ് ഇവിടെ ഈ ചന്ദ്രിക വാരാന്ത്യ പതിപ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത്. CHൻ്റെ പൂങ്കാവനത്തിൽ ഹരിത വിദ്യാർത്ഥി വസന്തം എന്ന തലക്കെട്ടിൽ ലുക്മാൻ മമ്പാട് എഴുതിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത്. പ്രിയപ്പെട്ട CHൻ്റെ വാക്കുകൾ: പ്രിയപ്പെട്ട മക്കളെ, കൊടുങ്കാറ്റുകൾക്കരികിൽ, വെള്ളപ്പൊക്കങ്ങൾക്കരികിൽ, പേമാരികൾക്കരികിൽ തട്ടാതെ മുട്ടാതെ അക്കരെ എത്തിച്ച ഈ പതാക നിങ്ങൾ ഏറ്റുവാങ്ങുക എന്നു മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. CHൻ്റെ വാക്കുകളാണ്. 1941 കർക്കിടകത്തിലെ കാർമേഘം കൂടി മൂടിയ ആകാശം. കൂട്ടായിൽ കാറിറങ്ങി തോണിയിൽ പൊന്നാനിയിലെത്തി. പുതുപൊന്നാനിയിലെ ഉരുൾ ഗ്രാമം ലക്ഷ്യമാക്കി അവർ നടന്നു. മുന്നേ നയിക്കുന്ന തലവൻ്റെ വേഷം, കാലിൽ ഷോക്സും പളപള മിന്നുന്ന ഷൂവും നീളൻ ജുബയുമാണ്. മലബാർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. വയലിൻ്റെ ഒത്ത നടുവിൽ 8 അടി വീതിയുള്ള തോട് നിറഞ്ഞൊഴുകുന്നു. മഴ ചോർന്നതേയുള്ളൂ. കൂസലില്ലാതെ നീളൻ ജുബ്ബ താഴ്ഭാഗം ഒന്ന് പൊക്കി 35കാരനായ ബാഫക്കി തങ്ങൾ ഒരൊറ്റച്ചാട്ടം. നനയാതെ അക്കരെയെത്തി. സഹായിയായി നാട്ടിൽ നിന്ന് കൂടെ വന്ന സുമുഖനായ 14കാരൻ പയ്യൻ ആദ്യമൊന്ന് അമ്പരന്നു. വാഗ്ബടാനന്ദൻ്റെ പോലും പ്രശംസ പിടിച്ചു പറ്റിയ കുഞ്ഞു പ്രഭാഷകൻ 8ാം ക്ലാസ്സുകാരൻ CH മുഹമ്മദ് കോയ. പാടവരമ്പിൽ പിന്നോട്ട് പോയി ഓടി വന്ന് ഒരൊറ്റച്ചാട്ടത്തിന് മറുകര പറ്റി CH. ആശ്വാസത്തിൻ്റെ നെടുവേർപ്പിനിടെ കുട്ടിയുടെ മുഖത്ത് നിന്ന് കാര്യം മനസ്സിലാക്കി പുകളയരുന്നിടം നോക്കി നടന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ ചായമക്കാനി. കട്ടൻ കാപ്പിയും പുട്ടും കഴിക്കുന്ന അവരെ തേടിയെത്തിയ ചെറിയൊരാൾ കൂട്ടത്തോടൊപ്പം പോയി മുസ്ലിം ലീഗിന് ശാഖാ കമ്മിറ്റി രൂപീകരിച്ച് മരപ്പാലം ഒലിച്ചുപോയ നിറതോട് ചാടിക്കടന്ന് തിരികെ നടക്കുമ്പോൾ ഇരുട്ട് പരന്നിരുന്നു. കൂരിരുട്ടിൽ ഓലച്ചൂട്ടും മിന്നിച്ച് കിലോമീറ്ററുകൾ നടന്ന് പൊന്നാനിയിലെത്തുമ്പോൾ നട്ടപ്പാതിര. പുലരാൻ അധികം നേരമില്ല. 1967 മാർച്ച് 6 കാൽപന്തിൻ്റെ 40ൻ്റെ പൂർണ്ണതയിലെത്തിയ ആ കുട്ടി തലയിൽ രോമത്തൊപ്പി വെച്ച് ഗവർണർ ഭഗവാൻ സഹായി മുമ്പാകെ പ്രതിജ്ഞ ചൊല്ലി CH മുഹമ്മദ് കോയ എന്ന ഞാൻ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി അള്ളാഹുവിൻ്റെ നാമത്തിൽ മുമ്പിൽ മന്ദഹാസം തൂകി ബാഫക്കി തങ്ങൾ സാമ്രാജ്യത്വത്തിനെതിരെ സർവം തതിച്ച് പോരാടി പിന്നോക്കത്തിൻ്റെ കാവടിയേന്തി വെള്ളം കോരികളും വിറവ് കെട്ടുകളുമായി പുറന്തള്ളപ്പെട്ടവർക്കായി കയ്യൊപ്പുകൾ പതിഞ്ഞു. തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിന് മുമ്പിൽ
കാർ നിർത്തി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന പെൺകുട്ടികളെ നോക്കി കണ്ണു നിറഞ്ഞ് ഇതുപോലെ നമ്മുടെ മക്കൾ കലാലയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാലം എപ്പോഴാണെന്ന് KC അബൂബക്കർ മൗലവിയോട് ചോദിച്ച CHനെ മുസ്ലിം നാടാർ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്താൻ ഒരു നിവേദനത്തിൻ്റെയും ആവശ്യം വന്നില്ല. ബാഫക്കി തങ്ങളുടെ സ്വന്തം പോക്കറ്റിലെ സ്കോളർഷിപ്പിൻ്റെ ഔദാര്യത്തിൽ ഹൈസ്കൂൾ പഠനം സാധ്യമായ കുട്ടിക്ക് 10ാം തരം വരെ സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിക്കാൻ ഒരു മുൻമാതൃകയും വേണ്ടി വന്നില്ല. വിസ്മയങ്ങളുടെ ചെപ്പ് ഒന്നൊന്നായി തുറക്കുകയായിരുന്നു. 1968 ജൂലൈ 23 കേരളത്തിലെ 2ാമത്തെ വാഴ്സിറ്റിയായി കാലിക്കറ്റ് സർവകലാശാല രൂപീകരിക്കുന്നതിനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിക്കുമ്പോൾ അസാധ്യമെന്ന് പലരും പറഞ്ഞതാണ് മുട്ടിട്ടത്. 1968 ഓഗസ്റ്റ് 12 തേഞ്ഞിപ്പലത്തെ മൊട്ടക്കുന്നിൽ വാഴ്സിറ്റിയുടെ ശിലാഫലകം നിൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയും ആദ്യ പ്രൊഫസർ ചാൻസലറുമായ CH മുഹമ്മദ് കോയക്ക് 40ൻ്റെ തികവ്. ആ ചടങ്ങിലാകെ ആത്മപ്രഭയേകി ഇസ്സത്തേറും ജുബ്ബ തലയിൽ കെട്ടുവേഷവുമായി ചന്ദ്രമുഖം പ്രകാശിച്ചു. 60കാരനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ 1968 സെപ്റ്റംബർ 13 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ത്രിഗുൺസൺ ഉദ്ഘാടനം ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 295 അഫിലിയേറ്റഡ് കോളേജുകളിലെ 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കാണ് പ്രതിവർഷം ദിശ കാണിക്കുന്നത്. CHൻ്റെ പാവനമായ പൂങ്കാവനമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ചരിത്രത്തിൽ മുത്തമിട്ട് എന്ന തലക്കെട്ടിൽ 2025 ജൂലൈ 26 കർക്കിടം പെയ്തോർന്നു സന്ധ്യ. CHൻ്റെ യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ ഭരിക്കാൻ സീതി സാഹിബിൻ്റെ നാട്ടിലെ കോളേജിൽ നിന്നൊരു പെൺകൊടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. 42 വർഷത്തിന് ശേഷം MSFന് ചെയർമാൻ സ്ഥാനം കൈവന്നപ്പോൾ പെൺകൈകളിൽ ഏൽപ്പിച്ചതുൾപ്പെടെ തനിച്ച് UECമാരുടെ എണ്ണത്തിൽ ഭൂരിപക്ഷം ലഭിച്ചതുൾപ്പെടെ എത്രയോ ചരിത്ര മുഹൂർത്തങ്ങളുടെ പെരുമ്പറയാണ് യൂണിവേഴ്സിറ്റി അങ്കണത്തിൽ മുഴങ്ങിയത്. ചെയർമാൻ, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ MSFന് ഒന്നിച്ച് ലഭിച്ചതും UDSF മത്സരിച്ച 5-ഉം MSFന് 4-4 സെഞ്ചുറി ഭൂരിപക്ഷത്തിന് വിജയിച്ചതും ചരിത്രത്തിൽ ആദ്യം. ഭരണത്തിലില്ലാത്ത കാലത്ത് തുടർച്ചയായി യൂണിയൻ പിടിച്ചതും നടാടെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിൽ MSF തനിച്ച് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയത് ആകസ്മികമല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് സാക്ഷ്യപ്പെടുത്തുന്നു. 2023 UDSF 6 വോട്ടുകൾക്ക് തോറ്റ് യൂണിയൻ ഭരണം പിടിക്കാനാവാതെ നിരാശ വലുതായിരുന്നു. ഘടകകക്ഷികളുടെ ദൗർബല്യങ്ങളുടെ പഴിക്കുന്നതിന് പകരം സ്വന്തം ശക്തിയും കൂട്ടായ്മയും മെച്ചപ്പെടുത്തി MSF തനിച്ച് ഭൂരിപക്ഷം നേടണമെന്ന് ഞങ്ങൾക്ക് വാശിയായി. കഠിനാധ്വാനത്തിലൂടെ കഴിഞ്ഞ വർഷം 50ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് UDSFന് ഭരണം പിടിച്ചപ്പോഴും സംഘടനാ ശക്തിക്ക് അനുസരിച്ചുള്ള വിഹിതം ലഭിച്ചില്ലെന്ന് സങ്കടമായിരുന്നു. ഇത്തവണ ഒറ്റയ്ക്ക് ജയിക്കാനുള്ള അംഗബലം നേടിയതോടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനും അട്ടിമറിക്കാനും SFIയും CPMും ഭരണത്തെ ദുരുപയോഗം ചെയ്യുക മാത്രമല്ല കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു. MSFന് സമരം ചെയ്യേണ്ടി വന്നു. 3ാം വർഷക്കാരെ കാലാവധി കഴിഞ്ഞെന്ന പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളിക്കാനും CPM ഉദ്യോഗസ്ഥരെ മാത്രം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിയമിച്ച് അവസാന പഴുതും ഉപയോഗിക്കാനുമായിരുന്നു മറ്റൊരു ശ്രമം. VC നേരിട്ട് നിരീക്ഷിക്കാനുള്ള കോടതി ഉത്തരവ് നേടിയതോടെ
ആ ഓട്ടയടച്ചു. ബാലറ്റ് വിഴുങ്ങിയതും കീറിയതുമായ മുൻ അനുഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ എല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതിയെ സമീപിച്ചു വാങ്ങി. ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായ ഷിഫാനയുടെ പേരിൽ ഹൈക്കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടക്ഷൻ ഉറപ്പാക്കി. UUCമാരെ അയോഗ്യരാക്കാനും തലേന്ന് പോലും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനും കോടതിയിൽ ശ്രമിച്ചു. MSF നേടിയ സെക്രട്ടറി അഡ്വക്കേറ്റ് സജൽ, ഹിസാം എന്നിവരുടെ നേതൃത്വത്തിൽ 30ഓളം കേസുകളാണ് ഇത് സംബന്ധിച്ച് നടത്തി വിജയിച്ചത്. PK നവാസിൻ്റെ കണ്ണിൽ നനവ് പടർന്നു. അടുത്ത തലക്കെട്ട് കാത്തിരിപ്പിൻ്റെ മധുരം. മലബാറിലെ സ്കൂൾ കോളേജ് തല വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രം ഒതുങ്ങിക്കഴിയുകയായിരുന്ന MSFനെ യൂണിവേഴ്സിറ്റി തലത്തിൽ നിർണായകമാക്കിയതിൽ സർ സയ്യിദ് കോളേജിൻ്റെ ഗരിമയുള്ള തളിപ്പറമ്പിൽ നിന്നുള്ള അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ്റെ പങ്ക് അനിഷേധ്യമാണ്. 1978 MSF സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഹബീബ് തൊട്ടടുത്ത വർഷം പ്രസിഡൻ്റായി. അക്കൊല്ലം ചരിത്രത്തിൽ ആദ്യമായി MSFനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി PM മഹ്മൂദ് ജനറൽ സെക്രട്ടറിയായി സ്ഥാനം ലഭിച്ചപ്പോൾ പലർക്കും വിശ്വസിക്കാനായില്ല. കഠിനാധ്വാനത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും ഹബീബിയൻ മാജിക്കിൽ 1982 ആദ്യമായി MSFന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർമാൻ പദവി തന്നെ മണ്ണാർക്കാട് MES കോളേജിലെ CM യൂസുഫിന് ലഭിച്ചു. തൊട്ടടുത്ത വർഷം MSF ചെയർമാൻ സ്ഥാനം TPP കാസിം നിലനിർത്തി. മുന്നണി മര്യാദയും വിട്ടുവീഴ്ചയുമായി പിന്നീടതൊരു മരീചികമായി 42 വർഷത്തെ വഴിദൂരത്തിലാണിപ്പോൾ MSFന് ചെയർമാൻ സ്ഥാനം ലഭിച്ചത്. കാഞ്ഞങ്ങാട്ടെ അവസാനത്തെ പ്രസംഗത്തിലും 10ാം തരം വരെയെങ്കിലും നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കണമോ എന്ന് PMSA പൂക്കോയ തങ്ങളുടെ ഒസ്യത്തും CHൻ്റെ ദൗത്യവും നിറകൺചിരിയായി അലയടിക്കുന്ന മാറിയ കാലത്തെ ക്യാമ്പസിൻ്റെ പരിച്ഛേദമായി. CHൻ്റെ യൂണിവേഴ്സിറ്റിയിൽ സീതി സാഹിബിൻ്റെ നാട്ടിലെ കോളേജിലെ പെൺകുട്ടി ചെയർപേഴ്സണായത് കാവ്യനീതി. SFI കോട്ടയെന്ന് ഗണിച്ചിരുന്ന കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് KKTM ഗവൺമെൻറ് കോളേജിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ PK ഷിഫാന ചരിത്രം പഠിക്കാനെത്തി ചരിത്രം രചിക്കുകയായിരുന്നു. SFIയോടും KSUവിനോടും ഒരുപോലെ എതിരിട്ടാണ് MSF പാനലിൽ ഷിഫാന UUC ആയത്. MSF ചരിത്ര സംസ്ഥാന കമ്മിറ്റി അംഗമായ MSF ഹരിത സംസ്ഥാന കമ്മിറ്റി അംഗമായ അവർ കൊണ്ടോട്ടി പെരിങ്കടക്കാട്ട് മേലേക്കളത്തിങ്കൽ മുജീബ് റഹ്മാൻ നസീമ ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ്. ഫാത്തിമ സഫ, മുബീന, മുഹമ്മദ് സാലിഹ് എന്നിവർ സഹോദരങ്ങളാണ്. ജനറൽ സെക്രട്ടറിയായ കോട്ടക്കൽ ഫറൂഖ് MASF കോളേജിലെ സുഫിയാൻ വില്ലൻ MSF മണ്ഡലം നേതാവാണ്. വൈസ് ചെയർമാനായ വടകര തിരുവള്ളൂർ സ്വദേശിയായ SC മുഹമ്മദ് ഇർഫാൻ ചേരണ്ടത്തൂർ MHES കോളേജിലെ 2ാം വർഷ BCom വിദ്യാർത്ഥിയും വൈസ് ചെയർപേഴ്സണായ നാഫിയ ബിറ ചെത്തുകടവ്. SNES കോളേജിലെ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 3ാം വർഷ വിദ്യാർത്ഥിനിയുമാണ്. കൊടുവള്ളി കരീറ്റിപ്പറമ്പ് പൂത്തൻകുഴിയിൽ അബ്ദുൽ ബഷീർ റംല ദമ്പതികളുടെ മകൾ. മലപ്പുറം സൽമാനുൽ ഫാരിസ് ബിൻ അബ്ദുള്ള. കോഴിക്കോട്
സഫ്വാൻ ഷമീം ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങൾ നേടിയ MSFന് മുന്നണിയുടെ ശാക്തിക ബലത്തിൽ വയനാടും ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ പൂരിപ്പിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ലെന്ന PK നവാസിൻ്റെ ഇരുത്തി മൂളലിലുണ്ട് നീലച്ചായ. പ്രിയപ്പെട്ട CH കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിടുന്ന ഫോട്ടോസും അതുപോലെ തന്നെ വിജയികൾക്ക് പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ്ദങ്ങൾ മധുരം നൽകുന്ന ഫോട്ടോവും അതുപോലെ തന്നെ ചെയർപേഴ്സനെ ഉയർത്തിപ്പിടിച്ച് ആഹ്ലാദം പങ്കുവെക്കുന്ന ഫോട്ടോസും ഇന്നത്തെ റിപ്പോർട്ടിൽ കൃത്യമായി നമുക്ക് കാണാം. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കേൾപ്പിക്കുകയാണ്. വേരും പൂവും എന്ന തലക്കെട്ടിൽ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് ചിട്ടയായ പ്രവർത്തനമാണ് MSF ആസൂത്രണം ചെയ്തതെന്ന് PK നവാസ് പറയുന്നു. ചരിത്രത്തിൽ നിന്ന് ആത്മാംശം ഊറ്റിയെടുക്കുന്ന വേര്, പൈതൃകം തുടങ്ങിയ ക്യാമ്പയിനുകളും സമ്മേളനങ്ങളുമായി ആശയ സംഘടന അടിത്തറ ബലപ്പെടുത്തുകയായിരുന്നു ആദ്യപടി. വേരാഴം കൊണ്ട് നക്ഷത്രങ്ങളെ വേട്ടയാടാൻ ചങ്കൂറ്റമുണ്ടാവുമ്പോഴാണല്ലോ മാറ്റങ്ങളുടെ ഇടിമുഴക്കം കേൾക്കുക. ബോധകാലമില്ലാത്തവർക്ക് വർത്തമാനത്തിലെ നൈമിഷികതക്കപ്പുറം ഭാവിയില്ല. കുളിരും ചൂടുമേറ്റ പോയ കാലം എത്ര കഠിനമാണോ ചാഞ്ചാട്ടമില്ലാതെ മുന്നേറാനുള്ള കൈമുതലായത്. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. ഹബീബ് എഡ്യൂക്കെയറിലൂടെ 600 വിദ്യാർത്ഥികൾക്കായി 4 കോടിയോളം രൂപയുടെ സ്കോളർഷിപ്പ് നൽകുന്ന MSF വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സ്പർശിച്ചു. തിരുവനന്തപുരം എഡ്യൂക്കേഷണൽ ഡയറക്ടറേറ്റ് മാർച്ച്, നീറ്റ്, തീപ്പന്തം സമരം തുടങ്ങി ശുഭിത യൗവനം തെരുവിലും ക്യാമ്പസിലും ഒരുപോലെ ജ്വലിച്ചു. യൂണിയൻ നഷ്ടപ്പെട്ടതിൻ്റെ പകപോക്കാൻ, സോണൽ കലോത്സവങ്ങളെ അലങ്കോലപ്പെടുത്താൻ SFIക്കൊപ്പം സർക്കാരും പോലീസും CPMഉം കൈകോർത്തപ്പോൾ ചെറുത്തുനിൽപ്പും കോടതിയുമെല്ലാം ആവശ്യമായി. അതിൻ്റെ പേരിൽ പല നേതാക്കൾക്കും കൽത്തുറുങ്കിൽ പോകേണ്ടി വന്നു. അനന്തപുരിയിൽ സമരം നയിച്ച് പിണറായി പോലീസിൻ്റെ മർദ്ദനവും കൽത്തുറുങ്കും വരിച്ചതിനെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങിയപ്പോഴും പുട്ടിന് തേങ്ങയിടും പോലെ എല്ലാം കൂട്ടായ്മയുടേതാണ്, എൻ്റേതായി ഒന്നും പറയരുതേ എന്ന ആവർത്തനം. വിദ്യാർത്ഥികളുടെ നീതിക്കായി വഴിയിൽ തടഞ്ഞ MSFകാരെ തീവ്രവാദികളായി രക്ഷപ്പെടാനുള്ള മന്ത്രിയുടെ ശ്രമത്തെ ഇച്ഛാശക്തിയോടെ നേരിട്ട് നേടിയ +2 അധിക സീറ്റുകളാണ് ഇത്തവണത്തെ പ്രതിസന്ധിയിൽ പോലും തൽക്കാലത്തേക്കെങ്കിലും ആശ്വാസമായത്. ഈ കമ്മിറ്റി കാലത്ത് അവകാശ പോരാട്ടത്തിന് ജയിൽ വഹിച്ചവർ 14 പേരുണ്ട്. ജനറൽ സെക്രട്ടറി CK നജാഫ്, റാഷിദ് സച്ചു, ജലീൽ വഹാബ്, കബീർ മുതുപറമ്പ്, AV നബീൽ, ഗദ്ദാഫി, നസീർ, അഖിൽ, മുസാഫിർ അർഷദ്, സൈഫുദ്ദീൻ, റാഷിഖ്. കാലിക്കറ്റിൽ മാത്രമല്ല കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലും MSF മുന്നേറ്റം പ്രകടമാണ്. കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് MSF പ്രതിനിധി കായംകുളം MSM കോളേജിലെ ജാസ്മിൻ വിജയിച്ചതും ചരിത്രം. കാലിക്കറ്റിൽ വിദ്യാർത്ഥി പ്രതിനിധികളായി 4 പേരെ സെനറ്റിലെത്തിച്ചത് മാത്രമല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിലേക്കും 2 അംഗങ്ങളെ ജയിപ്പിക്കാനായി. ആരോഗ്യ സർവകലാശാലയിൽ കുഹാസ് ഒറ്റയ്ക്ക് 10ൽ 2 സീറ്റുകൾ നേടിയതും കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിജയവും പരിയാരം മെഡിക്കൽ കോളേജ് തൂത്തുവാരിയതും
പോരാടി തന്നെ. എയ്ഡ് കോളേജുകളെപ്പോലെ ഗവൺമെൻറ് കോളേജുകളിലും വലിയ പിന്തുണ ആർജിക്കാനായി. കാസർഗോഡ് ഗവൺമെൻറ് കോളേജ്, കണ്ണൂർ കൃഷ്ണമേനോൻ വിമൻസ് കോളേജ്, കൊടുവള്ളി, നാദാപുരം, കുണ്ടോട്ടി, കുന്ദമംഗലം, തിരൂർ തുഞ്ചൻ, LBS, മലപ്പുറം, ആ പട്ടിക നീളുന്നു. ക്യാമ്പസുകളിൽ മാത്രമല്ല ഗ്രാമനഗരങ്ങളിലും താഴെത്തട്ടിൽ MSFനെ ശക്തിപ്പെടുത്താൻ പല പദ്ധതികളും ആവിഷ്കരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രഥമ ഹയർ സെക്കൻഡറി കോൺഫറൻസ് വലിയ വിജയമായി. ബാലകേരളം രൂപീകരിച്ച് പ്രഥമ സംസ്ഥാന സമ്മേളനവും വർണ്ണോത്സവം മലപ്പുറത്ത് നടത്തിയപ്പോൾ 8000-ഓളം കുട്ടികളാണ് പങ്കാളികളായത്. നാളെയുടെ MSF ഇവരുടെ കൈകളിൽ ഭദ്രമാണെന്ന് ഉറപ്പിച്ച് പറയാനാവുമെന്ന് നവാസ് പറയുമ്പോൾ ഉശിരോടെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് ആവേശം പകരുന്ന ജ്വലിക്കുന്ന വിദ്യാർത്ഥി നേതാവിൻ്റെ ഉൾക്കനം. MSFനിത് സമ്മേളനങ്ങളുടെ കാലമാണ്. കാലം എന്ന തലക്കെട്ടിൽ നടത്തിയ ക്യാമ്പയിനിൽ 6,36,636 വിദ്യാർത്ഥികളാണ് അംഗത്വമെടുത്തത്. ശാഖ, പഞ്ചായത്ത്, മണ്ഡലം സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നു. എല്ലാ തലത്തിലും പുതിയ നേതൃനിരയാണ് ഉയർന്നു വരുന്നത്. തലമുറകൾ സജ്ജം. ആസേതു ഹിമാചലം എന്ന തലക്കെട്ടിൽ 1937 സെപ്റ്റംബർ 1 രൂപീകൃതമായ MSFനെ മലബാറിലേക്ക് പടർത്തിയത് KM സിദി സാഹിബാണ്. 1942 ഫെബ്രുവരി 28 കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹൈസ്കൂളിൽ സിദി സാഹിബ് വിളിച്ചുകൂട്ടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലാണ് മലബാർ ജില്ലാ MSF ഔദ്യോഗികമായി രൂപം കൊണ്ടത്. CH നേതൃനിരയിലേക്ക് ഉയർന്നതും ഐക്യ കേരളം പിറവിയെടുത്തതോടെ 1958 ഒക്ടോബർ 15 ആലപ്പുഴയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കുഞ്ഞി മൊയ്തീൻ പ്രസിഡന്റും അഡ്വക്കേറ്റ് E. അഹമ്മദ് സാഹിബ് ജനറൽ സെക്രട്ടറിയുമായി നിലവിൽ വന്ന സംസ്ഥാന കമ്മിറ്റി MSFന് ചൈതന്യമാണ് ഉണ്ടാക്കിയത്. തലമുറകൾ കൈമാറി PK നവാസ്, CK നജാഫ് കൂട്ടുകെട്ടിലെത്തുമ്പോൾ യശസ് വാനോളം ഉയരുന്നു. 2016 ഡിസംബർ 17 പാലക്കാട് നടന്ന പ്രഥമ ദേശീയ സമ്മേളനത്തിൽ TP അഷ്റഫ് അലി പ്രസിഡന്റായി നിലവിൽ വന്ന ദേശീയ കമ്മിറ്റി ആസേതു ഹിമാചലം MSF മേൽവിലാസമുണ്ടാക്കി. PV അഹമ്മദ് സാജു, SH മുഹമ്മദ് അർഷാദ് ടീം ഡൽഹിയിലും ചെന്നൈയിലും ഹൈദരാബാദിലും UPയിലും കൊൽക്കത്തയിലുമെല്ലാം ക്യാമ്പസുകളിലെ നിറസാന്നിധ്യമാക്കിയിരിക്കുന്നു. തെക്ക് പാമ്പൻ പാലത്തിൻ്റെയും വടക്ക് അടൽ ടണലിൻ്റെയും ഇടയിൽ വളർന്നു പഞ്ചലിച്ച ഗരിമയുള്ള പ്രസ്ഥാനത്തിൻ്റെ ശോഭനമായ ഭാവി എന്നാണ് ക്യാമ്പസുകളിൽ വിളിച്ചു പറയുന്നത്. നവലിബറലിസത്തെയും മതനിരാസത്തെയും ലൈംഗിക അരാജകത്വത്തെയും ലഹരിയിലാഴ്ത്തുന്നവരെയും വർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തെയും ഒരുപോലെ പ്രതിരോധിച്ചാണ് MSFൻ്റെ മുന്നേറ്റം. പ്രിയ CH, ഹിമാലയത്തിൽ നിന്ന് മുസ്ലിം ലീഗ് ഹിമാലയത്തിൽ നിന്ന് മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ കന്യാകുമാരിയിൽ നിന്ന് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന കാലം വരുമെന്ന അങ്ങയുടെ വാക്കുകൾ പ്രതിധ്വനിക്കുന്നു. സ്വത്വബോധത്തിൻ്റെ ഹരിത വസന്ത കുളിർക്കാറ്റ് വസന്തത്തിൻ്റെ ഇടിമുഴക്കം തീർക്കൂ. ഈ ലേഖനം ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുമ്പോൾ ഏറെ പാടുപെട്ടു. കാരണം ഇടയ്ക്ക് വികാരഭരിതനായി
കണ്ണൊക്കെ നനഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലേഖനം പൂർത്തീകരിച്ചത്. മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ MSFൻ്റെ ഏറ്റവും സുപ്രധാന ഒരു കാലഘട്ടമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ PK നവാസ് സാഹിബിൻ്റെയും ജനറൽ സെക്രട്ടറി നജാഫിൻ്റെയും കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തി, നല്ലൊരു മുന്നേറ്റം നടത്തി. ക്യാമ്പസുകളിൽ ശക്തമായി മുന്നേറിക്കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിടിച്ചടക്കി 42 വർഷത്തിന് ശേഷം ഒരു ഹരിതയുടെ പ്രവർത്തകയെ ചെയർപേഴ്സണായി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്നത് CHൻ്റെ സ്വപ്നമാണ്. CH പാവപ്പെട്ട പെൺകുട്ടികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുകയും അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ രക്ഷിതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു കാലം. ആരാൻ്റെ വെള്ളം കോരികളും വിറകുവെട്ടുകളുമായിരുന്ന ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ CHൻ്റെ പങ്ക് സുദീർഘമാണ്. കലയവനികൾക്കുള്ളിൽ മറഞ്ഞ CH എന്ന ആ ഒരു മഹാമനീഷി തുടങ്ങി വെച്ച ഈ ഒരു പ്രയാണം ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ശ്രദ്ധേയമായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലും എല്ലായിടത്തും വളർന്നു പന്തലിച്ച് ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ഒരു സംഘടനയായി മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ MSF ദേശീയ തലത്തിൽ തന്നെ മാറി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു ഫലിപ്പിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ ഇന്ന് സോഷ്യൽ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, ട്വിറ്ററിൽ എന്ന് വേണ്ട സോഷ്യൽ മാധ്യമങ്ങളിൽ കൃത്യമായി തിരഞ്ഞെടുത്താൽ മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ MSFൻ്റെ പ്രവർത്തനം കൃത്യമായും ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന രീതിയിലാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഓരോ പോഷക ഘടകവും കൃത്യമായി അവരുടേതായ പങ്ക് വഹിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും വളർന്ന് പന്തലിച്ചുകൊണ്ട് ഈ CHൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും പ്രതാപകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ മൺമറഞ്ഞ CH മുഹമ്മദ് കോയ സാഹിബും അതുപോലെ തന്നെ CHനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ബാഫക്കി തങ്ങളുമൊക്കെ ഇന്ന് കാലയവനികൾക്കുള്ളിൽ നമുക്ക് മുന്നേ കടന്നുപോയപ്പോൾ അവരൊക്കെ സന്തോഷിക്കുന്നുണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെയൊക്കെ പിന്മുറക്കാർ ഇന്ന് അജയ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 1937 സെപ്റ്റംബർ 1 രൂപീകൃതമായ MSFനെ മലബാറിലേക്ക് പടർത്തിയത് KM സീതി സാഹിബാണ്. 1942 ഫെബ്രുവരി 28 കോഴിക്കോട് ഹിമായത്തിൽ ഇസ്ലാം ഹൈസ്കൂളിൽ സീതി സാഹിബ് വിളിച്ചു കൂട്ടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലാണ് മലബാർ ജില്ല MSF ഔദ്യോഗികമായി രൂപം കൊണ്ടത്. CH നേതൃനിരയിലേക്ക് ഉയർത്തുന്നതും ആ സമയത്താണ്. ഐക്യ കേരളം പിറവിയെടുത്തതോടെ 1958 ഒക്ടോബർ 15 ആലപ്പുഴയിൽ നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കുഞ്ഞു മൊയ്തീൻ പ്രസിഡൻ്റായും ബഹുമാന്യനായ അഡ്വക്കേറ്റ് E. അഹമ്മദ് സാഹിബ് ജനറൽ സെക്രട്ടറിയുമായി നിലവിൽ വന്ന സംസ്ഥാന കമ്മിറ്റി MSFനെ നവചൈതന്യമാണ് ഉണ്ടാക്കിയത്. 1937 തൊട്ട് തുടങ്ങി കൃത്യമായി 1958 ഒക്ടോബർ 15 ആലപ്പുഴയിൽ വെച്ച് MSFൻ്റെ പ്രഥമ സംസ്ഥാന കമ്മിറ്റി കുഞ്ഞു മൊയ്തീൻ സാഹിബ് പ്രസിഡൻ്റായും മുസ്ലിം ലീഗിനെ എക്കാലത്തും ലോകത്ത് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പരിചയപ്പെടുത്തിയ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സ്വപ്ന സാക്ഷാത്കാരം കേന്ദ്രമന്ത്രി പദം അലങ്കരിച്ച മുൻ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി, വിദേശകാര്യ സഹമന്ത്രി
മാനവ വിഭവശേഷി സഹവകുപ്പ് കൈകാര്യം ചെയ്ത ഇ അഹമ്മദ് സാഹിബ് ജനറൽ സെക്രട്ടറിയായി തുടക്കമിട്ട MSF ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഇതിന് നേതൃത്വം കൊടുത്ത MSFൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട PK നവാസ് സാഹിബിനെയും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി നജാഫിനെയും അവരോട് പിന്നിൽ അണിനിരുന്ന സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ മറ്റ് സഹകമ്മിറ്റികളെയും എല്ലാം മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് RSTUവിൻ്റെ സഹപ്രവർത്തകൻ എന്നുള്ള നിലക്ക്. കോഴിക്കോട് വേരി എന്നൊരു പരിപാടി, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ സാന്നിധ്യമറിയിക്കാൻ അവിടെ എനിക്കും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ആ പരിപാടി കണ്ട ഉടൻ തന്നെ എൻ്റെ മനസ്സിലോടിയെത്തിയത് ഈ വേര് കേരളത്തിലെ വിവിധ തലങ്ങളിൽ തിരുവനന്തപുരം മുതൽ ഇങ്ങേ കാസർഗോഡ് വരെയുള്ള വിവിധ തലങ്ങളിൽ വേരിറങ്ങി മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ വരും നാളുകളിൽ വളർന്ന് പന്തലിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ അചഞ്ചലമായി മുന്നേറുമെന്ന് ആ പരിപാടി സംബന്ധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എന്ന് എനിക്ക് തന്നെ ബോധ്യമായ ഒരു വിഷയമാണ്. ഏതായാലും അത് അനർത്ഥമാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു പോരാട്ട ഭൂമിയിൽ മുന്നേറ്റം നടത്തിയ MSFൻ്റെ കരുത്തരായ നേതാക്കളെ ഒരിക്കൽ കൂടി പ്രശംസിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ചെയർപേഴ്സണും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയും മറ്റെല്ലാമായ അതുപോലെ തന്നെ UECയും ഒക്കെ ആയ എല്ലാവരെയും മുക്തമായി പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആഹ്ലാദ പ്രകടനം നടത്തിയ ആ ഒരു ഫോട്ടോ കൂടി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ്. തുടർന്നും മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു വിദ്യാർത്ഥി സംഘടന അജയ്യമായി മുന്നേറാൻ പ്രിയപ്പെട്ട നേതാക്കളെ അനർത്ഥമാക്കിക്കൊണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ മുന്നോട്ട് നയിക്കാൻ CHൻ്റെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് CHൻ്റെ വാക്ക് കടമെടുത്തുകൊണ്ട് പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി പ്രിയപ്പെട്ട MSFകാർ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്, ജയ് MSF. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. മാഅസ്സലാമ.